ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കർത്താവ് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളെ ഓരോരുത്തരെയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും റിപ്പോർട്ടുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇന്നിപ്പം നമ്മൾ TV തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പല ന്യൂസ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ, ഇന്ത്യക്കകത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ, കേരളത്തിനകത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് മാത്രമുള്ള റിപ്പോർട്ടുകൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോഗവിവരങ്ങളെല്ലാം പറയുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പലതുമൊക്കെ നെഗറ്റീവായിരിക്കാം, വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കാം, ഭയപ്പെടുത്തുന്ന കാര്യമായിരിക്കാം, ആശങ്ക ഉളവാക്കുന്ന കാര്യമായിരിക്കാം, മരണത്തെ സ്മെല്ല് ചെയ്യുന്നത് പോലുള്ള കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ ആ റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുള്ളത്. എന്നാൽ ഐസയ 53, യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ അവിടെ എഴുതിയ ഹൂസ് റിപ്പോർട്ട് വിൽ യു ബിലീവ് എന്നാണ്. നിങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയത്. സത്യത്തിൽ നിങ്ങൾ ആരുടെ റിപ്പോർട്ടാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഡോക്ടേഴ്സ് നൽകിയ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ലഭിച്ച പല റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ടീച്ചേഴ്സ് നൽകിയ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് കിട്ടിയ നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സമാണ് എന്ന് പറയുന്ന നെഗറ്റീവായിട്ടുള്ള ചില റിപ്പോർട്ടുകളായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചത്. ലോൺ ലഭിക്കത്തില്ല, മറ്റു കാര്യങ്ങൾ ലഭിക്കത്തില്ല എന്ന് പറയുന്ന നെഗറ്റീവ് റിപ്പോർട്ടുകളായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ റിപ്പോർട്ടിനെയാണ്. ഹല്ലേലൂയ. ഇന്ന് രോഗമുണ്ട്, ക്യാൻസർ ഉണ്ട്, മറ്റേതെങ്കിലും രോഗമുണ്ട് എന്നുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുക, ഈ റിപ്പോർട്ടിനെ അല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് യേശു നൽകിയ റിപ്പോർട്ടാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. നിങ്ങളുടെ തലമുറ ശരിയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറ പ്രബലമായിരിക്കുമെന്ന് പറയുന്ന യേശുവിൻ്റെ റിപ്പോർട്ടിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ആ റിപ്പോർട്ട് വിശ്വസിക്കാനായിട്ടുള്ള ചങ്കൂറ്റവും ധൈര്യവും വിശ്വാസവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭവനത്തിൻ്റെ മേലിലുള്ള ദൈവത്തിൻ്റെ ആ പേർപ്പസ് നിറവേറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ, നന്മകളെല്ലാം അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഈ ആഴ്ചയോടുകൂടെ എന്ന് വെച്ചാൽ അടുത്ത ഇന്ന്, നാളെ, മറ്റന്നാളോടുകൂടെ നമ്മുടെ ഈ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന സീരീസ് തീരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആധാരമായി എല്ലാ ദിവസവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനഭാഗം ഗലാത്യലേഖനം 5:22-23. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത്രയുമാണുള്ളത്. അതിൽ നമ്മൾ ഇന്ന് സൗമ്യത, ജെൻറ്റിൽനെസ് എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. നമുക്ക് നോക്കാം. ജെൻറ്റിൽനെസ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ലൈവ് ചാറ്റിലിടാം, കമൻറ്റ് സെക്ഷനിലിടാം. സൗമ്യത, ജെൻറ്റിൽനെസ്, സൗമ്യത, ജെൻറ്റിൽനെസ്. ഇപ്പോൾ gentleness can transform lives. Gentleness can transform the world. Gentleness can transform the atmosphere around us. ഈ സൗമ്യത എന്ന് പറയുമ്പോൾ സാധാരണ സൗമ്യതയുള്ളൊരു വ്യക്തിയെ സാധാരണ കഴിവില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് സാധാരണ എല്ലാവരും കണക്കാക്കുന്നത്. എന്നാൽ ഇറ്റ് ഈസ് സ്ട്രെങ്ത് അണ്ടർ ദ സ്പിരിറ്റ്സ് കൺട്രോൾ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന ശക്തി എന്ന് വേണം അതിനെ പറയാൻ. ഓക്കെ, സോ പ്രോവർബ്സ് 15:1 സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, ജെന്റിൽ ആൻസർ ടേൺസ് അവേ wrath, but a harsh word stirs up anger.
ഒരു സൗമ്യതയോടുകൂടിയ, ശാന്തതയോടുകൂടിയ ഉത്തരം കോപത്തെ മുഴുവൻ അങ്ങെടുത്ത് കളയും. ഇവിടെ ഹാർഷ് വേർഡ് സ്റ്റേഴ്സ് അപ്പ് ആങ്കർ. എന്നാൽ പരുഷമായി സംസാരിക്കുന്ന ഹാർഷായിട്ടുള്ളൊരു വേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റേ ആളുടെ അകത്തുള്ള കോപത്തെ അത് ഇളക്കി പുറത്തു കൊണ്ടുവരും. അപ്പോൾ ജെൻറ്റിലായി ഉള്ള ഇടപെടലുകൾ, ജെൻറ്റിലായുള്ള സംസാരം, ജെൻറ്റിലായുള്ള മാനേഴ്സ്, ഇതെല്ലാം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഒന്നും വേണ്ട, നമ്മുടെ പരിശുദ്ധാത്മാവിനെ മാത്രം നോക്കുക. ഹീ ഈസ് എ ജെൻറ്റിൽ സ്പിരിറ്റ്. പൈശാചിക ശക്തികൾ മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു വരുന്നത് കണ്ടിട്ടുണ്ടോ? പൈശാചിക ശക്തികൾ നോർമലി മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖഭാവമെല്ലാം മാറി ക്രൂരമായി കാറുകയും കൂവുകയും വയലൻ്റ് ആകുകയും, ചില സമയത്ത് ചില പൈശാചിക ശക്തികൾ ഈ വ്യക്തിയെ, ഏത് വ്യക്തിയിലാണുള്ളത് ആ വ്യക്തിയുടെ ശരീരത്തെ ഉരുട്ടുകയും ദണ്ണിപ്പിക്കുകയും ചില സമയത്ത് കിടന്ന് ഓടുകയും ഒക്കെ ചെയ്യുന്ന. സോ ഇറ്റ്സ് നോട്ട് എ ജെൻറ്റിൽ സ്പിരിറ്റ്. സോ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ഈസ് എ ജെൻറ്റിൽ സ്പിരിറ്റ്. അപ്പോൾ ദൈവത്തിലുള്ള, എങ്ങനെയാണ് അതിനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സത്വം, എസൻസ് എന്ന് പറയുന്നത് ദർ ഇസ് ജെൻറ്റിൽനെസ് ഇൻ ഗാഡ്. ഇനി ജെൻറ്റിൽനെസ് ഈസ് ഓഫ്റ്റൻ മിസ്അണ്ടർസ്റ്റുഡ് ഇൻ ടുഡേയ്സ് വേൾഡ്. ഈ ഇപ്പോഴത്തെ ലോകത്തിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായി ഒച്ചവയ്ക്കുകയും അതുപോലെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് എന്ന് വിചാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് ഈസ് നോട്ട് കവർഡിസ്, ഇറ്റ് ഈസ് നോട്ട് പാസിവിറ്റി. ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ബലഹീനതയല്ല. ചില ആളുകൾ വളരെ ജെൻറ്റിലാണ്. ശരി, സത്യം പറഞ്ഞാൽ എല്ലാവരും ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. അപ്പോൾ ജെൻറ്റിലായിട്ടിരിക്കാനാണ് എല്ലാവരും വളരെ ഒരു മാന്യതയോടുകൂടെ, സൗമ്യതയോടുകൂടി ഇരിക്കുന്ന അതാണ് വാസ്തവത്തിൽ പുരുഷന്മാരെക്കുറിച്ച് പോലും പ്രതീക്ഷിക്കുന്നത്. അത് ഈ ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത് ഭീരുത്വമല്ല, ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത് നിഷ്ക്രിയത്വമൊന്നുമല്ല. ജെൻറ്റിൽനെസ് ഈസ് ദ സ്പിരിറ്റ് എംപവേർഡ് എബിലിറ്റി to respond with grace, restraint and love. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടെ, സഹായത്തോടുകൂടെ, വളരെ ഗ്രേസ്ഫുള്ളായി, കൃപയോടുകൂടെ, വളരെ ആത്മനിയന്ത്രണത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ പെരുമാറാനുള്ള ഒരു പ്രത്യേക കഴിവാണ് ജെൻറ്റിൽനെസ്. ഈവൻ വെൻ പ്രൊവോക്ഡ്, ഭയങ്കരമായ പ്രൊവക്കേഷൻ വരുമ്പോൾ പോലും അങ്ങനെ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ്. ഈ ജെൻറ്റിൽനെസ് ഈസ് സ്ട്രെങ്ത് ദാറ്റ് ഈസ് സബ്മിറ്റഡ്. എങ്ങനെയാണ് അതിനെ പറയേണ്ടത്? ഈ ശക്തി ഉണ്ട്, പക്ഷെ ആ ശക്തി കീഴ്പ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ അടക്കി വയ്ക്കപ്പെട്ട ശക്തി, പവർ ദാറ്റ് ഈസ് ഹാർനസ്ഡ്. ഇപ്പോൾ കുതിരയ്ക്ക് നല്ല ശക്തിയുണ്ട്, കുതിരശക്തി ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. പക്ഷേ കടിഞ്ഞാണിൽ അതിനെ പിടിച്ചു വയ്ക്കുകയാണ്, വിട്ടാൽ അങ്ങ് പോവും. അങ്ങനെ കടിഞ്ഞാണിടാനുള്ള ശക്തി, കഴിവ്. ആൻഡ് വിസ്ഡം ദാറ്റ് നോസ് വെൻ ടു ബി ക്വയറ്റ്, എപ്പോൾ ശാന്തമായിരിക്കണം എന്ന് അറിയാവുന്ന ജ്ഞാനം, അതാണ് ജെൻറ്റിൽനെസ്. ചുരുക്കി പറഞ്ഞാൽ ജെൻറ്റിൽനെസ് ഈസ് ഹംബിൾ സ്ട്രെങ്ത്. അതായത് വിനയത്തോടുകൂടിയ, താഴ്മയോടുകൂടിയ ശക്തി. മൈൽഡ് ഡിസ്പൊസിഷൻ, വളരെ മൈൽഡായിട്ടുള്ള രീതിയിലുള്ള ഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം. കൺട്രോൾഡ് പവർ, അടക്കി വയ്ക്കപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട ശക്തി. ഏത് ശക്തിയും നിയന്ത്രണം വിട്ടുപോയാൽ തീർന്നു. അപ്പോൾ ശക്തി ഉള്ളത് നല്ലതാണ്, പക്ഷേ ആവശ്യത്തിന് മതി പ്രയോഗം. എ ടീച്ചബിൾ സ്പിരിറ്റ്, എ ടീച്ചബിൾ സ്പിരിറ്റ്. ജെൻറ്റിൽനെസ്സിൻ്റെ ഒരു ആസ്പെക്റ്റ് ഇതാണ്, ടീച്ചബിലിറ്റി. ഞാൻ എൻ്റെ ലൈഫിൽ വീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി പേർക്കും ടീച്ചബിലിറ്റി ഇല്ല. ദേ ആർ നോട്ട് അറ്റ് ഓൾ ടീച്ചബിൾ, ദേ ആർ അൺടീച്ചബിൾ. അവരെ നമുക്ക് പറയാനോ തിരുത്താനോ കറക്റ്റ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ദേ തിങ്ക് ദേ നോ എവറിത്തിങ്. അത് ജെൻറ്റിൽനെസ് അല്ല. ജെൻറ്റിലായിട്ടുള്ള ആളുകൾ ടീച്ചബിൾ ആയിരിക്കും.
അവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനും പഠിപ്പിക്കാനും കറക്റ്റ് ചെയ്യാനും എല്ലാം പറ്റും. ദൈവവചനത്തിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 2 തിമോഥെയോസ് 3:15-16 ആ ഭാഗത്ത് പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപയോഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്ന ഉപയോഗം ഗുണീകരണത്തിന്, ശാസനത്തിന് എന്നൊക്കെ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നീതിയിലെ അഭ്യാസത്തിന്. അപ്പോൾ ചില സമയത്ത് ആ രീതിയിൽ കറക്ഷൻസ് വരുത്തേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് അറിയാം ജെൻറ്റിലാണോ അല്ലയോ എന്നുള്ളത്. സോ ജെൻറ്റിൽനെസ് ഈസ് ദ മാർക്ക് ഓഫ് എ സോൾ ദാറ്റ് ഹാസ് ബീൻ ഡീപ്ലി ടൈംഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വളരെയധികം മെരുക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അന്തരാത്മാവിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ ഒരു അടയാളമാണ് ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്. വളരെ ജെൻറ്റിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ആഴത്തിൽ എന്തൊക്കെയോ ആ വ്യക്തിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. ഇനി യേശുവിൻ്റെ ജീവിതത്തിലാണ് ഈ ജെൻറ്റിൽനെസ് ഭയങ്കരമായിട്ട് വെളിപ്പെടുന്നത്. അങ്ങനെ പറയാൻ കാരണം ഞാൻ ഒരുപക്ഷെ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് ഒരു ദിവസം വീട്ടിൽ എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ ശക്തമായി മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 29-ാമത്തെ വചനത്തിൽ നിന്ന് ശക്തമായി എന്നോട് സംസാരിച്ചു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നോട് കേട്ട് പഠിപ്പീൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. കണ്ടോ, അവിടെ ജീസസ് ഈസ് വെരി വെരി ജെൻറ്റിൽ. അപ്പോൾ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് എന്താ പഠിക്കണം? എന്താ പഠിക്കേണ്ടത്? മെയിൻലി അവൻ്റെ സൗമ്യതയും താഴ്മയും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനൊരു വചനമുണ്ട്, 1 പത്രോസ് 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ദൈവം തക്ക സമയത്ത് നമ്മൾ എഴുന്നേൽപ്പിക്കും. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്? നിങ്ങളെ കർത്താവ് ഉയർത്താനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നും ഇങ്ങനെയല്ല, എന്നും ചവിട്ടുമത്തയായി കിടക്കണമെന്നില്ല. ഈ ചവിട്ടുമത്തയ്ക്കൊരു ഇതുള്ളത് നമ്മുടെ ഡോറിൻ്റെയൊക്കെ ഫ്രണ്ടിലൊരു കാർപ്പറ്റ് പോലെ ഇടും. അതിൽ ചവിട്ടി തേച്ചിട്ടാണ് ആളുകൾ കയറിപ്പോകുന്നത്. പക്ഷേ അവർ വൃത്തിയായി. നമ്മളിങ്ങനെ ചവിട്ടി തേച്ച് അങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം അനുഭവിക്കുമ്പോൾ സംഭവിക്കുന്നത്, എനിക്കൊരു ഗതിയില്ലേ ദൈവമേ, എനിക്കെന്തെങ്കിലും ഒരു മോചനമുണ്ടോ, ഞാൻ എന്നും ഇങ്ങനെ കാർപ്പറ്റായിട്ട് കിടന്നാൽ മതി? നോ. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയും എന്നും അങ്ങനെയല്ല. ചവിട്ടമത്തയായി കിടന്ന എല്ലാവരും ചവിട്ടി തേച്ച ഒരാളാണ് യോസഫ്. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് ആളെ എവിടെ എത്തിച്ചു? ഇതുപോലുള്ള പ്രമോഷൻസ് കർത്താവിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് വന്നിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മളെ ആളുകൾ ചവിട്ടി താഴ്ത്തുന്ന, വിമർശിക്കുന്ന, കുത്തി നോവിക്കുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവമേ നീ എന്നെ ഒരു സമയത്ത് എഴുന്നേൽപ്പിച്ചോളും, നീ എന്നെ അവരുടെയൊക്കെ മുകളിൽ ആക്കിക്കോളും, ഞാനായിട്ട് പൊങ്ങുന്നില്ല, ഞാനായിട്ടൊരു ഗോവണിയിൽ പടച്ചു കയറി അവിടെ നിന്ന് നടുതല്ലി താഴെ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നീയായിട്ട് എന്നെ ഉയർത്തിയാൽ മതി എന്ന് പറയുന്നവരെ ദൈവം പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവരും. ഇനി യേശുവിൻ്റെ ജീവിതത്തിൽ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ സൗമ്യത ത്രൂ ഔട്ട് ഹിസ് ലൈഫ് മരണം വരെ പ്രകടമായിരുന്നു. അത് മാത്രം എടുത്താൽ മതി. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ ജെൻറ്റിൽനെസ് എന്ന ആസ്പെക്റ്റ് എങ്ങനെ നമ്മിൽ വെളിപ്പെടും? തെരുവിൽ അവൻ ഒച്ച വയ്ക്കുകയില്ല. അതുപോലെ കുറേയധികം വചനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല പല സമയങ്ങളിലും തന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി, യേശു കർത്താവിനെ പ്രൊവോക്ക് ചെയ്യുവാൻ, ഭയങ്കരമായി കട്ടി സംസാരിക്കാൻ മതനേതാക്കന്മാർ വരികയും ക്വസ്റ്റ്യൻ ചെയ്യുകയും എല്ലാം ചെയ്തു. അവിടെയെല്ലാം കർത്താവ് പറയുന്ന ആൻസർ വളരെ സൗമ്യതയോടെ കർത്താവ് ഓരോരുത്തർക്കും തക്ക മറുപടി കൊടുത്തു. പല ചോദ്യങ്ങൾക്കും കർത്താവ് മറുപടി കൊടുത്തത് വേറൊരു ചോദ്യമായിട്ടാണ്. അങ്ങനെ ജ്ഞാനിയെ കർത്താവ് കൗശലത്തിൽ പിടിക്കുന്നു, ശിശുക്കൾക്ക് തന്നെ വെളിപ്പെടുത്തുന്നു. സോ കർത്താവ്, പക്ഷെ ഇവിടെ എല്ലാം ഏറ്റവും ഭീകരം എന്ന് പറയുന്നത് അവസാന മണിക്കൂറുകളിലേക്ക് ഒരു ഗെത്സമൻ തോട്ടത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്ന സമയത്ത് കർത്താവിന് വേണമെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കി കയർത്ത് പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു.
പക്ഷേ കർത്താവ് വളരെ അറക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു ആടിനെ പോലെ എന്നതുപോലെ നിന്നു കൊടുത്തു. പല ചോദ്യങ്ങൾ അവർ പറഞ്ഞു, പല ചോദ്യങ്ങൾ അവർ ചോദിച്ചു. എന്നാൽ കർത്താവ് വളരെ കമ്പോസ്ഡായിട്ട്, അല്ലെങ്കിൽ വളരെ ശാന്തതയോടുകൂടി മാന്യമായ ഓരോ മറുപടികൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് പത്രോസ് പെട്ടെന്ന് പ്രകോപിതനായി വാളുകൊണ്ട് മഹാപുരോഹിതൻ്റെ ചേവകനായ മൽക്കോസിൻ്റെ കാത് വെട്ടിക്കളഞ്ഞു. പക്ഷെ കർത്താവ് അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓരോ സമയങ്ങളിൽ അവൻ നിന്നു കൊടുക്കുകയാണ്. കർത്താവിനൊരൊറ്റ വാക്ക് പറഞ്ഞാൽ 12 ലഗ്യോനിലധികം ദൂതന്മാരെ ഒറ്റയടിക്ക് ഇറക്കി ഒരെണ്ണം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ എല്ലാത്തിനെയും ഭസ്മമാക്കി കളയാമായിരുന്നു. ഒറ്റ ദൂതൻ 1,85,000 പേരെ ഒറ്റ സ്ട്രൈക്കിന് കളഞ്ഞു, വചനത്തിലുണ്ട്. അത്രയ്ക്ക് ശക്തന്മാരായ, അതുപോലെ 7 ലീജിയൻ, 7 into 6,000, 12 ലീജിയൻ, 12 into 6,000, അത്രയും പേരെ, അത്രയും ദൂതന്മാരെ ഇറക്കുവാൻ പിതാവിനോട് ചോദിച്ചാൽ കിട്ടും. പക്ഷെ അതിനു വേണ്ടിയല്ല കർത്താവ് വന്നത്. തന്നെ ചോദ്യം ചെയ്ത സമയത്ത്, തന്നെ ഭയങ്കരമായി പ്രവോക്ക് ചെയ്ത സമയത്തെല്ലാം കർത്താവ് വളരെ 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 മാന്യതയോടുകൂടെ, സൗമ്യതയോടുകൂടെ അവരുടെ മുമ്പിൽ നിന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഈ അടക്കിപ്പിടിച്ച ശക്തിയാണിതെന്ന് പറയുമ്പോൾ, എന്നാൽ ചില സമയങ്ങൾ കർത്താവ് വളരെ ശക്തമായി ആഞ്ഞടിച്ച സമയങ്ങളുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഈ സൗമ്യത എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രതികരിക്കാതെ സൗമ്യതയുള്ളൊരു മനുഷ്യനാണ്. ആര് പറഞ്ഞാലും മുഖത്ത് ഒന്ന് കുത്തിയാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന, അതല്ല അതിൻ്റെ അർത്ഥം. കർത്താവ് ചില സമയത്ത്, ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ, കർത്താവ് കൊടുങ്കാറ്റ് പോലെ അവർക്കെതിരെ ആഞ്ഞടിക്കുന്നത് കാണാം. ദേവാലയ ശുദ്ധീകരണം 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. ഈ 2 പ്രാവശ്യം കർത്താവ്, ഈ സൗമ്യനാണ് എന്ന് പറയുന്ന യേശു കർത്താവ് ചാട്ടയെടുത്ത് സകലത്തെയും അടിച്ചോടിക്കുകയും അവരുടെ മേശകളൊക്കെ മറിച്ചിടുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സൗമ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനോടും പ്രതികരിക്കാതിരിക്കണം, മിണ്ടാതിരിക്കണം, വായ സിപ്പപ്പ് ചെയ്തിരിക്കണം എന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കേണ്ട. ചില സമയത്ത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരും. അവിടെ സ്ട്രോങ് ആയി തന്നെ എടുത്തിരിക്കണം. നല്ലൊരു ഉദാഹരണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലാണ്. നോർമലി എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവൻ, അവർക്ക് വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് പോലും. അത്രയ്ക്ക് സ്നേഹമാണ്. പക്ഷെ തെറ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുഖഭാവം മാറും, വടിയെടുക്കും, ശാസിക്കും, ചെവി കറക്കും, എന്തെല്ലാം പരിപാടി ചെയ്യുന്നത്. അതും സ്നേഹത്തിൻ്റെ പ്രകടനമാണെന്നുള്ളത് മറക്കരുത്. ഇബ്രാലേഖനത്തിലൊക്കെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മക്കളെ ശാസിക്കാത്ത അമ്മയപ്പന്മാർ എവിടെയാണ് ഉള്ളത്? ശിക്ഷണം നടത്താത്ത അപ്പന്മാരെവിടെയാണ് ഉള്ളത്? സ്വന്തം മക്കളാണെങ്കിൽ ചെയ്തിരിക്കും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ജെൻറ്റിൽനെസ് ആൻഡ് സ്റ്റേൺനെസ്, മേഴ്സി ആൻഡ് സ്റ്റേൺനെസ്, ഇത് രണ്ടും ചേരുമ്പോൾ, ടെൻഡർനെസ് ആൻഡ് ടഫ്നെസ് ചേരുമ്പോഴാണ് അതിൻ്റെ ബാലൻസ് ആയി തീരുന്നത്. എന്ന് വെച്ചാൽ സ്നേഹിക്കാവുന്നിടത്തോളം സ്നേഹിക്കുക, ദയ കാണിക്കാവുന്നിടത്തോളം ദയ കാണിക്കുക, കരുണ കാണിക്കാവുന്നിടത്തോളം കരുണ കാണിക്കുക. എന്നാൽ ആ വ്യക്തിയുടെ നാശമാണ് എന്ന് കണ്ടാൽ അവിടെ സ്ട്രോങ് ആയി ഇടപെടുക. ഇതാണ് ശരിക്കുള്ള ജെൻറ്റിൽനെസ് എന്ന് പറയുന്നത്. അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് അബ്രഹാം ലിങ്കൻ ഒത്തിരി പേര് ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇദ്ദേഹമാണെങ്കിൽ സൗമ്യനാണ്. ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെ പോലെ ഒന്നും ഭയങ്കരമായിടത്ത് സംസാരിക്കുന്ന ആ ടൈപ്പ് അല്ല, വളരെ ജെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസിഡൻറ്റ് എന്ന് വെച്ചാൽ വളരെ ശക്തമായ ലീഡർഷിപ്പുള്ള, ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു എബ്രഹാം ലിങ്കൺ. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ ഇതുപോലെ മുണ്ടാപ്പൂച്ചയായിട്ട് ഇങ്ങനെ ഇരുന്നാൽ കാര്യം നടക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചാണ്, വൈ ഡു യു ഓൾവേസ് മേക്ക് ഫ്രണ്ട്സ് ഓഫ് യുവർ എനിമീസ്? യു ഷുഡ് ഡെസ്ട്രോയ് ദം. ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളെപ്പോഴും നിങ്ങളെ ശത്രുക്കളെ മുഴുവൻ നിങ്ങൾ മിത്രമാക്കി വയ്ക്കും, അവരെ പിടിച്ച് കൂട്ടുകാരാക്കും.
അങ്ങനെയല്ല ചെയ്യേണ്ടത്, ശത്രുക്കളെ ഉടൻ തട്ടിക്കളയണം. അപ്പോൾ ലിങ്കൺ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: Am I not destroying my enemies when I make them my friends? എൻ്റെ ശത്രുവിനെ ഞാൻ പിടിച്ച് എൻ്റെ സ്നേഹിതനാക്കിയാൽ ശത്രു സംഹാരത്തിന് തുല്യമല്ലേ? ശത്രുവിനെ ഞാൻ കളഞ്ഞില്ലേ? എനിക്ക് പിന്നെ ശത്രുവുണ്ട്. ഇതായിരുന്നു അബ്രഹാം ലിങ്കൻ്റെ പോളിസി. അപ്പോൾ അദ്ദേഹം വളരെ മാന്യനായിരുന്നു. പക്ഷേ ഇന്നും അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു പ്രസിഡന്റ് പിന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഈ ഈ ജെൻറ്റിൽനെസ്, മീക്ക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. സ്ട്രെങ്ത് ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ആളുകളേക്കാൾ ഒരുപക്ഷെ സ്ട്രെങ്ത്, അകത്തുള്ള ഇന്നർ സ്ട്രെങ്ത് ഉള്ളത് ഇവർക്കായിരിക്കും. ജെൻറ്റിൽനെസ്സിൻ്റെ പ്രത്യേകത, ഇറ്റ് ക്യാൻ ഡിസാം വാട്ട് അഗ്രഷൻ കനോട്ട്. അതിഭയങ്കരമായ പ്രകോപനവും അതിനൊക്കെ സാധിക്കാത്തതുപോലെ ഈ ജെൻറ്റിൽനെസ്സിന് അഗ്രഷനെയൊക്കെ കാമാക്കാൻ പറ്റും. പ്രകോപിതമായ അവസ്ഥകളെ ശാന്തമാക്കാൻ ജെൻറ്റിൽനെസ്സിന് സാധിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഹാർട്ട്സ് എന്ന് മാത്രമല്ല, ഒത്തിരി ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനും ഈ ജെൻറ്റിൽനെസ്സിന് സാധിക്കും. ഫിലിപ്പ് ലേഖനം 4:5 കാണുന്നത് ഇങ്ങനെയാണ്: ലെറ്റ് യുവർ ജെൻറ്റിൽനെസ് ബി എവിഡൻറ്റ് ടു ഓൾ, ദ ലോർഡ് ഈസ് നിയർ. നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ മക്കളുടെ സൗമ്യത എല്ലായിടത്തും അറിയപ്പെടണം. എൻ്റെ അർത്ഥം, ജെൻറ്റിൽനെസ് ഈസ് നോട്ട് എ പ്രൈവറ്റ് ഓർ കോൺഫിഡൻഷ്യൽ തിങ്. ഇറ്റ് ഷുഡ് ബി വിസിബിൾ, ഇറ്റ് ഷുഡ് ബി ഹാബിച്വൽ, ഇറ്റ് ഷുഡ് ബി ഇൻറ്റൻഷണൽ. സൗമ്യത എന്ന് പറയുമ്പോൾ അത് അടക്കി വെക്കാനുള്ളത് എല്ലാവരും അറിയട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങളെ സൗമ്യത എല്ലാവരും അറിയട്ടെ. അത് ദൃശ്യമാകണം, അത് ഒരു ശീലമാകണം, അത് വളരെ മനഃപൂർവ്വമായി നമ്മൾ അങ്ങനെ ആകണം. ഇതാണ് പൗലോസ് പറയുന്നത്. ഇനി 2 Timothy chapter 2, 24 and 25 വായിക്കുമ്പോൾ, ആൻഡ് ദ ലോർഡ്സ് സെർവന്റ് മസ്റ്റ് നോട്ട് ബി ക്വാറൽസം, but must be kind to everyone, able to teach, not resentful. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ വഴക്കാളിയാകരുത്, എല്ലാവരോടും ദയവുള്ള ആളായിരിക്കണം, പഠിപ്പിക്കാൻ, ഉപദേശിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പണൻസ് പോലും, എതിരാളികൾ പോലും ആ സൗമ്യതയുടെ മുമ്പിൽ താഴും എന്നാണ് ഈ പറയുന്നത്. ഒരു ചൊല്ലിങ്ങനെയാണ്: ജെൻറ്റിൽനെസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് സ്ട്രെങ്ത് ബട്ട് ദ പ്രസൻസ് ഓഫ് ഗ്രേസ്. സൗമ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശക്തിയില്ലായ്മ അല്ലെങ്കിൽ ബലഹീനത എന്നല്ല അതിൻ്റെ അർത്ഥം. ബട്ട് ദ പ്രസൻസ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ കൃപയുടെ സാന്നിധ്യമാണ്. ദൈവകൃപ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടുത്തെ മാനേജർ, അദ്ദേഹം വളരെ സൗമ്യനാണ്. ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, ക്യാബിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതിഭയങ്കരമായ പ്ലോട്ടുകളും കാര്യങ്ങളെല്ലാം പുറത്ത് നടക്കുമെങ്കിലും അദ്ദേഹം എൻ്റെ അകത്തിരുന്ന് വളരെ ശാന്തമായി കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒച്ചയും ബഹളമൊന്നും എടുക്കുന്നില്ല, പക്ഷേ ശാന്തമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അർത്ഥം അവർക്കൊന്നും ശക്തിയില്ലെന്നല്ല, വളരെ മാന്യമായി, വളരെ സൗമ്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി. എൻ്റെ അർത്ഥം ഒരിക്കലും സംസാരിക്കേണ്ടെന്നല്ല, ഉറക്കെ സംസാരിക്കേണ്ടെന്നല്ല. ആവശ്യത്തിന് നമുക്ക് സംസാരിക്കാം, ചിലതിനോട് സ്ട്രോങ് ആയി തന്നെ നമുക്ക് എതിർത്ത് നിൽക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല പാറ്റേൺ, ഏറ്റവും നല്ല മോഡൽ എന്ന് പറയുന്നത് യേശുവാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് വളരെ ശാന്തനും സൗമ്യനുമായി വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ തന്നെ പാപത്തിനെതിരെ, മതങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ കരുണ കാണിക്കേണ്ടവരോടെല്ലാം ഭയങ്കരമായി കരുണ കാണിക്കുകയും ആർദ്രകരുണയോട് ഇടപെടുകയും ഒക്കെയും ചെയ്തത് നമ്മൾ മറന്നു പോകരുത്. ചാൾസ് സ്പർജൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എ ജെൻറ്റിൽ ക്രിസ്ത്യൻ ഈസ് എ പവർഫുൾ വെപ്പൺ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ മൈറ്റി ഗോഡ്. വളരെ ശക്തനായ ദൈവത്തിൻ്റെ കൈകളിലെ വളരെ ശക്തമായ ഒരു ആയുധമാണ് സൗമ്യതയുള്ള ഒരു വിശ്വാസി. നമ്മൾ മറക്കരുത്. നമുക്കൊന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മാവിൻ്റെ ഫലമാണ് ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം ഇതൊക്കെ പറഞ്ഞു വന്ന് നമ്മളിപ്പോൾ സൗമ്യതയിലെത്തി. ഈ ഒരു ഭാഗത്ത് നമുക്ക് തന്നെ ഒരു റിഫ്ലക്ഷൻ നമുക്കുണ്ടാകട്ടെ. എൻ്റെ സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും ചില സമയത്ത് ടെമ്പർ ലൂസ് ചെയ്യുന്ന, പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവമൊക്കെ എല്ലാവരിലും ഉണ്ട്. ചിലർ വളരെ ഷോർട്ട് ടെമ്പേർഡായിരിക്കും, ചിലർക്ക് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു ലിമിറ്റുണ്ട്. എന്നാൽ ഈ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരാൻ നമുക്കെല്ലാം ഒന്ന് ഇടയാകാൻ വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ആത്മപരിശോധന നടത്തുകയും അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനോട് ഒന്ന് പറയുകയും സഹകരിക്കുകയും ഈ സൗമ്യത എന്ന ആ ഫ്രൂട്ട് നമ്മളുണ്ടാകാൻ ഈ ദിവസങ്ങൾ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണ്ടേ. ഓരോ സാഹചര്യങ്ങളോട് നമ്മളെങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ എന്നിലൂടെ ക്രിസ്തുവിൻ്റെ സൗമ്യത, പരിശുദ്ധാത്മാവിൻ്റെ സൗമ്യത വെളിപ്പെടുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതല്ലേ. നമുക്ക് ഈ സമയത്തൊന്ന് ആവശ്യമൊന്ന് പ്രാർത്ഥിക്കും. കൈകൾ നെഞ്ചിൽ വെച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സൗമ്യത ഞങ്ങളെ വലിയവരാക്കും എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അങ്ങയുടെ വചനം അങ്ങനെയാണ് പറയുന്നത്, നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ആ ഗ്രേറ്റ്നെസ്സിലേക്ക് പോകാൻ ഈ സൗമ്യതയുടെ പാത കർത്താവ് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. താങ്ക് യു മാസ്റ്റർ. അങ്ങ് പ്രവർത്തിച്ച് ഞങ്ങളിൽ ഈ ഈൽഡ് ഉണ്ടാകാൻ, ഈ ഫലം കായ്ക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. ഈ സമയത്ത് കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ഈ ലങ്സിനുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുടലിനകത്തുള്ള എന്തോ കുരുക്കളോ പ്രയാസങ്ങളോ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് നിൽക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള ക്യാൻസറുകളൊക്കെ സൗഖ്യമാകട്ടെ. കൈനീട്ടാം. കർത്താവ്, ഈ സഹോദരങ്ങൾ ഇപ്പോൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് അതിലൊരു വിടുതൽ. ജോലി വേണ്ടവർക്ക് അത് കൊടുക്കണമേ. വിദേശത്തുണ്ടായിരുന്നവർ തിരിച്ചു പോകാൻ കഴിയാതെ സ്റ്റക്കായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ വഴികൾ തുറന്നു കൊടുക്കണമേ. കടഭാരത്തിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നാളെയും മറ്റന്നാളും കൊണ്ട് ഈ സീരീസ് തീരുകയാണ്. വിട്ടുപോകരുത്. ഒന്നുപോലും മിസ്സായിട്ടുള്ളവർ ദയവായി യൂട്യൂബിലൊക്കെ എൻ്റെ ആർക്കൈവ്സ് നോക്കി കാണുക. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.